ഇപ്പൊ തന്നെ പല ഫുള്ള് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രേ. എന്താ വിഷയം? നമ്മൾ ഓല സംഘടനയിലായ കാലത്ത് EK ഉസ്താദിനെതിരെ അല്ലെങ്കിൽ ആ സംഘത്തിനെതിരെ നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് അതിവിടെ പ്രചരിപ്പിക്കാനാണ് തീരുമാനം. ഞങ്ങളെ ഇത് തൗബ ചെയ്ത് മടങ്ങിയ കൂട്ടരെ EK ഉസ്താദാകുന്ന ശംസുൽ ഉലമ അവർക്കെതിരിൽ വല്ലതും അല്ലെങ്കിൽ അവരുടെ സംഘത്തിനെതിരിൽ വല്ലതും ആ കാലത്ത് നിങ്ങൾ പറഞ്ഞേൽപ്പിച്ചതനുസരിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ അതിൽ നിന്ന് തൗബ ചെയ്തു, പരസ്യമായിട്ടാണ് ഞങ്ങൾ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങൾ തെറ്റിദ്ധരിച്ചത്. അതിന് പരസ്യമായി തന്നെ തൗബ. അതെങ്ങനെ? EK ഉസ്താദിന്റെ മദ്ഹങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പച്ച നോണാണ് ചങ്ങായി പറയണ്ടേ. ഞങ്ങളെ കൂടെ ഉള്ളപ്പോഴുള്ള ക്ലിപ്പെല്ലാം ഇട്ടത് മലപ്പുറത്ത് വെച്ച് പറഞ്ഞ ക്ലിപ്പ്. ശംസുലമക്ക് ശരീരത്തിനെതിരായി ശംസുലമ ചെയ്തിട്ടുണ്ട് എന്ന് കാട്ടുകള്ളം സമ്മതി പ്രസംഗിച്ചത് ഞങ്ങൾ കൂടെ നിന്നപ്പം പറഞ്ഞതാ, ഞങ്ങൾ പറയിപ്പിച്ചതാ. തന്നെ പുല്ലാളൂർ വെച്ച് ഞാൻ കേൾപ്പിക്കുന്നുണ്ട്, അതേപോലെ മഞ്ചേരി വെച്ച് അത് ഞാൻ കേൾപ്പിക്കുന്നുണ്ട്, എൻ്റെ കുരുവട്ടൂർ ആശ്രമത്തിൽ വെച്ച് അതൊന്നും ഞങ്ങളെ കൂടെ പറഞ്ഞതല്ല, ഞങ്ങളെ കൂടെ ഉണ്ടായപ്പം പറഞ്ഞതല്ല. മനസ്സിലായോ? എന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കുക. പിന്നെ എൻ്റെ കാട്ടുകള്ളം പറഞ്ഞ ക്ലിപ്പുണ്ട്, ഓൻ കളവ് പറയില്ല. അപ്പം പറയുന്നത് കേട്ടി ഞങ്ങൾ തൗബ ചെയ്തിരിക്കണ്. അപ്പം അവൻ്റെ കാട്ടുകളിൽ തെറ്റ് പറ്റിക്കണം. അപ്പം പിന്നെ എന്ത് വലിയ അവന് ഔലിയാക്കൾക്ക് തെറ്റിറ്റുമോ? ഒരു മഹ്ഫൂദുകളല്ലേ, തെറ്റിൽ നിന്നുള്ള കാവലെടുക്കൂലേ? അപ്പം ഇത് പറയണേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കാട്ടുകള്ളം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അപ്പം കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തേ ഓൻ തൗബ ചെയ്തിരിക്കണമെങ്കിൽ ഓൻ തെറ്റ് പറ്റിയെന്നല്ലേ എൻ്റെ അർത്ഥം? അപ്പോൾ ഓനക്ക് ഇഷ്ടമില്ല എന്നല്ലേ, ഓൻ വലിയ ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം. എന്ത് പറഞ്ഞാൽ കുടുങ്ങടാ. ഇനിയിപ്പം പറഞ്ഞൊരു ക്ലിപ്പ് കണ്ടു. ഞാൻ ഏതായാലും വിഷയം പറയാൻ നിൽക്കേനി. അപ്പോൾ ഈ ക്ലിപ്പ് ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് എന്നാ കണ്ടോ. ഇത് പറയില്ലല്ലേ, പറഞ്ഞിട്ടില്ലല്ലേ, ഞങ്ങൾ കൂടെ നിന്നപ്പോൾ പറഞ്ഞതാണല്ലേ. എന്നാ കണ്ടോ ആ കളിയും ഇതൊക്കെ ഉണ്ടല്ലോ, എൻ്റെ കുഞ്ഞാടുകളും മതി. മനസ്സിലാക്കിക്കോ. ഇതൊക്കെ കൊഞ്ചം ചാടിയ മുട്ടോളം പിന്നെ ചാടിയ ചട്ടിയിലേറിനടി. ഇത് അവിടെ നിന്ന് കുറച്ച് നമ്മളെ കൈകളിൽ കിട്ടിയാണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു പപ്പടം പൊടിച്ച് നമ്മൾ അവളോട് പിടിച്ചു. സാധാരണക്കാർ, ഒരു വിവരമില്ലാത്ത സാധാരണക്കാരാണ് ഇത് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കി വെച്ച്. പിന്നെ ഉസ്താദ്മാരൊക്കെ ആണെങ്കിൽ പിന്നെ പറയണോ? ഉസ്താദ്മാർക്കൊന്നും പോയി ഇരല്ലാത്തതുകൊണ്ടാണ് ഉസ്താദ്മാരും മെയിൻ ചെയ്യാത്ത. ഉസ്താദ്മാർ ആവശ്യമില്ല കേട്ടോ, നിങ്ങളൊക്കെ അവിടെ ഇരുന്നോളി, നിങ്ങളൊക്കെ കളി കണ്ടാൽ മതി. ഇവനെ പൊടിച്ചാനേ ഒരാളും വേണ്ട. ഞാൻ ഇപ്പോൾ പപ്പടം പൊടിച്ചു മാറ്റി പൊടിച്ചിട്ടുണ്ടോടി. കാണട്ടെ പറ്റേ ഒരു ക്ലിപ്പും പറയട്ടെ. അതുകൊണ്ട് തന്നെ ശംസുൽ ഉലമയുടെ വഴിയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന മഹാനായ ജിഫ്രി മുത്തുക്കോയത്തങ്ങളും സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും ഇവരൊക്കെ നേതൃത്വം നൽകുന്ന EK ഉസ്താദിന്റെ സമസ്ത, ആ സമസ്തയോട് 100% യോജിച്ചു പോകുന്നവരാണ് നമ്മളൊക്കെ. സംഘടനാപരമായി പല മേഖലയിലും പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായേക്കാം. ആദർശത്തിൽ ഒരൊറ്റൊന്നാണ്. പച്ച കള്ളമാണ്, പച്ച നിഫാത്താണ്, ഒരു ബന്ധമില്ല. യോജിച്ചു പോകാനാണ് രാജി. ഞാൻ എൻ്റെ കാട്ടുകള്ള പറഞ്ഞേട്ടോ, അവർ കള്ള ശരീഅത്തുവാദികളാണ്. ആര്? EK ഉസ്താദിന്റെ സമസ്തന്റെ ആൾക്കാർ. ഇത് വലിയ ബഹുമാനം പറഞ്ഞ് ചെറുശ്ശേരി ഉസ്താദിന്റെ ക്ലിപ്പൊക്കെ കൊടുത്തില്ലേ, ആ ചെറുശ്ശേരി ഉസ്താദ് അടക്കമുള്ളൂല്ലേ കള്ള ശരീഅത്തുകാരാണ് എന്ന് എൻ്റെ കാട്ടുകള്ളൻ സമത് പുല്ലാളൂരിൽ വെച്ച് ഞങ്ങളുടെ എന്നോ പോയ ശേഷം എൻ്റെ കാട്ടുകള്ളന്റെ നിർദ്ദേശപ്രകാരം പ്രസംഗിച്ചതല്ലേ പുല്ലാളൂര്. ഞങ്ങളെ ഉള്ളപ്പോഴല്ല, ആ പുല്ലാളൂർ വെച്ചിട്ട് EK സമസ്തക്കെതിരെ എൻ്റെ കാട്ടുകള്ളൻ സമത് പറഞ്ഞ കേട്ടോ. കാളിയമ്മോട് വേണ്ട, ഞങ്ങൾ കൊടുന്നപ്പം പറഞ്ഞല്ല, തട്ടിപ്പേ അവിടെ വെച്ചാൽ മതി. പറയട്ടെ, എന്നിട്ട് എൻ്റെ ചെറുശ്ശേരിന്റെ ക്ലിപ്പൊക്കെ ഞാൻ കാണിച്ചു തരാം. സമസ്ത എന്നത് ഞാൻ പറഞ്ഞല്ലോ, അത് കേരളത്തിലെ ഒരു ചെറിയ സംഘടനയാണ്. അതുപോലെ വേറെ കുറെ സംഘടന ഉണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് മുത്തുനബിന്റെ ഒരു പറയാലോ, ഞാൻ പറഞ്ഞെങ്കിൽ നിമിറ്റക്കല്ലി മുത്തുനബിന്റെ ഒരു ഷാറു മുബാറക്ക് അംഗീകരിക്കണമെങ്കിൽ ഗണ്ഡിതമായ സനതുണ്ടായാലേ പറ്റൂ എന്നുള്ളത് കള്ള ശരീഅത്താണ്, അത് മുജാഹിദിന്റെ ശരീഅത്താണ്. അങ്ങനെ വേറെ കുറെ സമസ്തക്കാരുണ്ട്. ആരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ സമസ്തയുടെ പുറത്ത് തമിഴ്നാട്ടിലുണ്ടെങ്കിൽ ഓർക്കും ബാധകമാണ്. ലോകത്ത് അന്താരാഷ്ട്ര പരിപാടിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, എല്ലാവർക്കും ബാധകമാണ്. ഇന്ന സംസ്ഥാനം കിട്ടാൻ ആവശ്യം അത് എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ അതൊരു കള്ള ശരീഅത്താണ്. അത് കൂടുതൽ മനസ്സിലാക്കി. മുത്തുനബിന്റെ ഒരു ഷാറു മുബാറക്ക് നമ്മളിലേക്ക് എത്തിച്ചേർന്നാൽ അത് അംഗീകരിക്കണമെങ്കിൽ ഗണ്ഡിതമായ സനതുണ്ടെങ്കിലേ പറ്റൂ. ഇതാണ് ഇപ്പൊ SK സമസ്തയുടെ EK സമസ്തന്റെ മുഷാവറ പാസാക്കിയത്. ഒരു കിതാബിലും അത് തെളിയിക്കാൻ സാധ്യമല്ല. അത് കള്ള ശരീഅത്താണ്. ആരൊക്കെയാണോ എല്ലാവർക്കും ഒരു ബാധകം തന്നെയാണ്. ഏത് സമസ്ത ആയാലും ശരി, അതും കള്ള ശരീഅത്താണ്. ഇന്ന് വരില്ല. ലത്തീഫിയയിലെ ഷാറുബാറക്ക് അംഗീകരിച്ചത് ഗണ്ഡിതമായ സനതുണ്ടായിട്ടല്ല. ഡൽഹിയിലെ ഷാറുബാറക്ക് അംഗീകരിച്ചത് ഗണ്ഡിതമായ സനതുണ്ടായിട്ടല്ല. കൊയിലാണ്ടിയിലുള്ള ആദ്യ നബിയുടെ കാൽപാദം അംഗീകരിക്കുന്നത് ഗണ്ഡിതമായ സനതുണ്ടായിട്ടല്ല. മർക്കസിലെ തിരുവേശത്തൊപ്പം ഗണ്ഡിതമായ സനതുണ്ടാകണം എന്നുള്ള വാദം അത് പുതിയൊരു വാദമാണ്, കള്ള ശരീഅത്താണ്. കേട്ടില്ല? ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അടക്കമുള്ള EK സമസ്തന്റെ മുഷാവറിനാണ് കള്ള ശരീഅത്തുവാദികൾ എന്ന് പറഞ്ഞിട്ട് കാട്ടുകള്ളൻ ഉഷാറെ എൻ്റെ കാട്ടുകള്ളൻ സമത് പുല്ലാളൂർ വെച്ച് ആക്ഷേപിച്ചത്. ഇനി എന്ത് ബന്ധം എനിക്ക് ഓരോട്ടുള്ളത്? എന്ത് ആദർശ ബന്ധമുള്ളത്? കള്ള ശരീഅത്തുവാദികളാണ്. ആര്? ചെറുശ്ശേരി അടക്കമുള്ളവര്. ഇല്ലടാ മുഷാവറിൽ ചെറുശ്ശേരി ഇപ്പം പ്രസംഗിക്കുമ്പം ചെറുശ്ശേരി അടക്കമുള്ളവരല്ലേ ആ തീരുമാനം എടുത്തത്. അപ്പം ആ ചെറുശ്ശേരി ഉസ്താദ് അടക്കമുള്ള
ആളുകൾ ശംസുലമന്റെ ആൾക്കാർ കള്ളവാദികളാണ്, കള്ള ശരീഅത്തുവാദികളാണ്. ഒരു കിതാബിലും അത് കാണിക്കാൻ കഴിയില്ല. അപ്പൊ ചെറുശ്ശേരിയൊക്കെ പറഞ്ഞത് ഒരു കിതാബിലും ഇല്ല. കാട്ടുകള നൗഷാദേ എന്ത് പറയണ്ട എനിക്ക്? ഈ ചെറുശ്ശേരിന്റെ ക്ലിപ്പ് ഇങ്ങനെ ഉണ്ടല്ലോ, അയക്കാൻ വരുന്നുണ്ട്, മനസ്സിലായോ? എന്നിട്ട് വന്നുകൊണ്ട് പറയാ ഞങ്ങൾ ഈ കെ സമസ്തൻ അംഗീകരിക്കുന്നു, ആദർശപരമായി ഞങ്ങൾ പല സംഘടനയിലാണെങ്കിലും ഞങ്ങൾ ജിഫ്രി തങ്ങളും ഈ ജിഫ്രി തങ്ങൾ അതിലുണ്ട്. ആ തീരുമാനിക്കുന്ന സമയത്ത് ഇല്ലേ സാദിഖ് തങ്ങളും ഓരൊക്കെ കള്ള ശരീഅത്തുവാദികളാണ്, കാട്ടുകളൻ സമത്. എങ്ങനെയുണ്ടോ? അതാ പറയാ, എൻ്റെ തട്ടിപ്പൊക്കെ അവിടെ വെച്ചാൽ മതി. ഞാൻ നേരത്തെ മറ്റേ ക്ലിപ്പ് കൽപ്പിച്ചിട്ടുണ്ട്, ശംസുലമക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ശരീഅത്തിന് വിരുദ്ധം ശംസുലമ ചെയ്തിട്ടുണ്ട് എന്ന് കാട്ടുകളൻ സമത് മലപ്പുറത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് ആ ക്ലിപ്പ് കാണിച്ചിട്ടില്ലേ രാവിലെ? അതോടിപ്പോൾ കാണിക്കുന്നില്ല. ഇഞ്ഞോ പറഞ്ഞിട്ടോളി, ഞാൻ ചെറുശ്ശേരിൻ്റെ ക്ലിപ്പ് ഉണ്ട്, ഇടട്ടെ. അത് ഞാൻ എന്നെ കൊണ്ടന്നെ മറുപടി പറയിപ്പിക്കും, മനസ്സിലായോ? ചെറുശ്ശേരിക്ക് മറുപടി ഇച്ച് തന്നെ പറയും. ആ ക്ലിപ്പൊന്നും താങ്ങി കൊടുത്തിട്ട് ഒരു കാര്യമില്ല മോനെ. ഇപ്പൊ ബൽക്ക് ഇന്നലെ ഭയങ്കര ബേജാറാ, ചെറുശ്ശേരി ഉസ്താദും കൂടി രംഗത്ത് വന്നോന്നാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. വെച്ചോടുക്ക് ചെറുശ്ശേരി ഉസ്താദ് പറയട്ടെ അവരെ കുറിച്ച്, നിങ്ങളെ മാറ്റം. വെച്ചോടുക്ക് പറയട്ടെ. അസൂയക്കാരെ പണിയാണ്. അസൂയക്കാരെ പണിയാണെങ്കിലും എനിക്ക് പറഞ്ഞു കൊടുത്തൂടെ, ഞാൻ അസൂയാണ്ട് പോയില്ല. പുത്തനാശയക്കാരെ സഹായിക്കലാണിത് എന്നും പറയും. ബഹുമാനപ്പെട്ട ശംസുലമ, KV, അസമുസ്ലിം ഇവരൊക്കെ പാടി ഈ പുത്തനാശയക്കാരൻ മുജാഹിദിനൊക്കെ ഒന്ന് ഒതുക്കിനി. ഇയാൾ ഈ ആദ്യം ഏർപ്പാടിയിട്ട് നടന്നു കണ്ട് ഇയാൾ ചില പ്രാസംഗികന്മാരെ പ്രസംഗിക്കുന്ന പ്രസംഗം അതിൻ്റെ സീഡിയും കൂലിയൊക്കെ കാട്ടിക്കാണ്ടാണ് ഇപ്പം ഈ പെരുത്ത് മുജാഹിദികൾ പുതിയ കുട്ടികളൊക്കെ മുജാഹിദാൻ കാരണം എന്നാണ് ഇപ്പം പറഞ്ഞത്. ചെറുശ്ശേരി ഉസ്താദ് ഈ പറഞ്ഞതിന് മറുപടി, ഈ പറഞ്ഞ AP ഉസ്താദിനെ പറ്റി പറഞ്ഞതിന് മറുപടി ഞാൻ കാട്ടുകളെ ഉസ്താദിനോട് ഉറപ്പിക്കും. AP ഉസ്താദ് ഒരിക്കലും ഇവിടെ മുജാഹിദ് ഉണ്ടാക്കിയിട്ടില്ല. മുജാഹിദിനെ തകർക്കുകയാണ് ചെയ്തതെന്ന് കാട്ടുകളെ ഉസ്താദ് ഓമശ്ശേരിയിൽ വെച്ച് ആമാശയ മുന്നേറ്റത്തിൽ ഈ പ്രസംഗിച്ചിട്ടുണ്ടാ ഇതിന് മറുപടി, മനസ്സിലായോ? അത് ഞാൻ കേൾപ്പിക്കും. അതിൻ്റെ മുമ്പ് എൻ്റെ കാട്ടുകളൻ ഷെയ്ഖ് ഇവരെ പറ്റി പറഞ്ഞു കേട്ടോളി. ഈ ചെറുശ്ശേരി അടക്കമുള്ള EK ഉസ്താദിൻ്റെ ആളുകളെ പറ്റി ഈ കാട്ടുകളൻ ഷെയ്ഖ്, ഇവൻ്റെ കാട്ടുകളൻ ഷെയ്ഖ് പ്രസംഗിക്കുന്നുണ്ടോളി. നായ്ക്കളോടാണ് തുല്യപ്പെടുത്തുന്നുണ്ട്. അത് കാണിയാൽ അത് തൗബമരം നിൽക്കില്ല. ഔലിയാക്കൾ തൗബ ചെയ്യേ, ഔലിയാക്കൾ തെറ്റ് ചെയ്യണ്ടേ? ഇനി തൗബ ചെയ്യണമെങ്കിൽ ഒരു മഹ്ഫൂദിങ്ങളല്ലേ? എന്നിട്ട് പറയപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തൗബ ചെയ്തിരിക്കണേ, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഔലിയാക്കൾ ഞങ്ങൾ പറഞ്ഞനുസരിച്ച് പറഞ്ഞ ആൾക്കാരാ തന്നെ, ഏതെങ്കിലും സംഘടന പറഞ്ഞതനുസരിച്ച് പറഞ്ഞ ആളുകൾ അല്ലാതെ ഔലിയാക്കൾ. അപ്പം തന്നെ പല കാട്ടുകളാണ് ബലിയല്ല എന്നുള്ളത്. കാട്ടുകളെല്ലാം പറയട്ടെ, നായ്ക്കളോടെ തുല്യപ്പെടുത്തുന്നുണ്ട്, മനസ്സിലായോ? അത് കണ്ടോക്കി, എന്നിട്ട് പറഞ്ഞ ബാക്കി. ഇതോ കയ്യിൽ മക്കാമൂടി ഇല്ലായെങ്കിലൊക്കെ വഹാബിയാക്കി ഉണ്ടല്ലോ. അതിന്റെ ഭാര്യയോടും പറയാനും തുറന്നറിയാനും മടി ഉണ്ടാവില്ല. ഇതിന് പൈസ കിട്ടും, അതിനെക്കൊണ്ട് എന്ത് പറയേണ്ടിയുള്ളൂ? അങ്ങനെ എതിർക്കാൻ പറ്റും. അതിനെക്കൊണ്ട് എന്ത് ചെയ്യാണ്ടിരിക്കാണ്, ഇത് പറയാണ്ടിരിക്കാം. എല്ലാ മക്കാമൊക്കെ എല്ലാവരും പണ്ടാരാ ചോദിച്ചു, നീറ്റ കയ്യിൽ തന്നെ ഉണ്ട് ഉള്ള മക്കാമൊക്കെ, ആവരുള്ളാത്ത മക്കാമും ഇല്ല 2-3 മക്കാമോ അങ്ങനെ വെച്ചിട്ട് ബാക്കിയൊക്കെ ഇത് അത് ചിലത് അങ്ങനെയുണ്ട്. ചിലത് മനുഷ്യനെ കാക്കാൻ ചിലപ്പോ അള്ളാഹ് ആക്കല് നായിന ഉണ്ടല്ലോ. മനുഷ്യന് നല്ല സാധനല്ലേ. അപ്പൊ ഇതാരാണ് പറയേണ്ടത്? പ്രസവിച്ച 28-ാമത്തെ ദിവസം അള്ളാന്റെ അമ്പിയാക്കളിലും മുലിയാക്കളിലും സിയമിലായി പെടുത്തിയെന്ന് ഈ കുരുവട്ടൂരികൾ പ്രചരിപ്പിക്കുന്ന ഈ കാട്ടുകളൻ ഷെയ്ഖ് എന്താ പറഞ്ഞത്? മക്കബറുകളൊന്നും അവരെ കയ്യിൽ ഇവരൊക്കെ വഹാബിക്കാരാണ്. ആര്? ചെറുശ്ശേരി അടക്കമുള്ള ജിഫ്രി തങ്ങൾ അടക്കമുള്ള EK ഉസ്താദിന്റെ സമസ്തയിൽപ്പെട്ട എല്ലാരെ പറ്റിയും ആരെ പറഞ്ഞ കാട്ടുകളൻ ഷെയ്ഖ്. ഇയാൾ വലിയാണെങ്കിൽ ഇയാൾ ഇപ്പൊ തൗബ ചെയ്തിരുന്നാ പറയണ്ടേ, തൗബമൊന്നും നിൽക്കൂല. ഇയാൾ തെറ്റുപറ്റും സമ്മതിക്കാദ്യം. ഇയാൾ പ്രസവിച്ച 28 ബാബ മുതുകുന്ന കുത്തുമ്പായി വന്നവരല്ലേ. അപ്പൊ ഇയാൾക്ക് തെറ്റുപറ്റിക്കണോ? ഇയാൾ പറഞ്ഞ കളവാണോ? മാത്രല്ല നായ്ക്കളെ കാക്കാൻ, ചിലപ്പം മനുഷ്യന്മാരെ കാക്കാൻ നായ്ക്കളെ ഏൽപ്പിക്കുന്നു. അപ്പം മക്ബറയിൽ കിടക്കുന്ന ഔലിയാക്കളാര്? മനുഷ്യന്മാരോടാണ് ഉപയോഗിച്ച്. ആ മക്ബറ സംരക്ഷിക്കുന്ന EK ഉസ്താദിന്റെ ആളുകളായ ഈ പറയപ്പെട്ട ആളുകളൊക്കെ നായ്ക്കളാണ്, നായ്ക്കളെ പോലെയാണ്. അതല്ല പറഞ്ഞർത്ഥം. അപ്പം നായ്ക്കളോടാണ് EK ഉസ്താദിന്റെ സമസ്തയിൽപ്പെട്ട ആളുകളെ ഈ കാട്ടുകളൻ ഷെയ്ഖ് ഉപമിച്ചത്. മനസ്സിലായോ? എങ്ങനെയുണ്ട്? ഇപ്പം ഷെയർമാർക്കിന്റെ വിഷയത്തിൽ ഇപ്പൊ നൗഷാദിന്റെ ക്ലിപ്പിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഞാൻ വിശദീകരിക്കണില്ല. ഇതൊക്കെ നമ്മളോട് പറയിപ്പിച്ചാട്ടോ. ആ കൂട്ടക്കാരെ പറ്റി ഈ കാട്ടുകളൻ ഷെയ്ഖ് എന്താ പറഞ്ഞേ? ഈ കാട്ടുകളൻ ഷെയ്ഖ് പറഞ്ഞിട്ടോടി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത പറ്റേ പറഞ്ഞപ്പോൾ നിങ്ങൾ മുകളിൽ കണ്ടല്ലോ. ഞാൻ നൗഷാദ് കൽപ്പിക്കുന്ന 40 സെക്കൻഡുള്ള ക്ലിപ്പില് പറഞ്ഞങ്ങൾ കേട്ടില്ലേ? ഷെയർമാർക്കിന്റെ വിഷയം. അങ്ങനത്തെ ആളുകളെ പറ്റി ആ ഹംകളോട് സലാം ചെല്ലാൻ പാടില്ല. ആര്? കാട്ടുകളൻ. ആരായി പെടല് ഹംക്കില്? ഞാൻ പറഞ്ഞത് ആ ക്ലിപ്പറ്റേ.
ഹബീബിനെ വിട്ടിട്ട് തുറന്നെ പറയാ ഷാറു മുബാറക്കിന് സംശയമുള്ള നമുക്കിനോട് സലാം പോലും പറയണ്ട. കണ്ടോ ആ ക്ലിപ്പിന്റെ വാക്യത് ഷെറബാറക്കിൽ സംശയമുള്ള ഒരു ഹംക്കിനോടും സലാം തന്നെ പറയണ്ട. അപ്പൊ ആ ഹംക്കിൽ ആര് പെട്ടു? നൗഷാദ് ആ ക്ലിപ്പിട്ട ആളടക്കം പെട്ടു. ആ ക്ലിപ്പിൽ പറഞ്ഞില്ലേ അതിന് ശേഷം അത് പറയുന്നുണ്ട് ഞാൻ അവിടെ മുറിച്ചതാ അതിന് പുള്ളി കൽപ്പിക്കണ്ടാച്ചിട്ട് എന്നാൽ വെടി വെക്കുമ്പോൾ ചിലപ്പോൾ നൗഷാദിന് വെക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും കൊള്ളും. അതിന് ഉത്തരവാദി നൗഷാദാണ്. മനസ്സിലായോ? അപ്പൊ ഷെറബാറക്കിന് നിന്നിക്കുന്ന ആളുകളെ ഹംക്കുകൾക്ക് സലാം പോലും പറയണ്ടെന്ന് കാട്ടുകളാൻ ഷെയ്ഖ്. അപ്പൊ ആ ഹംക്കിൽ ആരൊക്കെ പെട്ടു? ഈ കേസ്ഥാന്റെ എല്ലാവരും പെട്ടു. ഈ കേസ്ഥാന്റെ ആളുകളെ പറ്റി പറഞ്ഞതാ. ആര്? അള്ളാന്റെ ഔലിയാക്കളിൽ പെട്ട് അള്ളാന്റെ ഔലിയാക്കളിൽ പെട്ട ആളാണെന്ന് കുരുവട്ടുകൾ പറയുന്ന അവരെ കാട്ടുകളാൻ ഷെയ്ഖ്. എന്നിട്ടിപ്പോ ശംസുലമിന്റെ ആളാകാൻ വന്നിക്കുക. നായ്ക്കളോട് ഉപമിച്ചവൻ മാത്രല്ല മക്കബറകളില്ലെങ്കിൽ ഈ കേസ്ഥാന്റെ ആളുകൾ ഫുള്ളും വഹാബികളായിരിക്കും എന്ന് പ്രസംഗിച്ച ഇവൻ നിർദ്ദേശകത പറയില്ലല്ലോ. എന്നിട്ട് ഇവനാണ് ഇപ്പൊ എന്ത് ശംസുലമിന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവരും ശ്രദ്ധിച്ചോളി, വിശ്വസിക്കണ്ട. ഇതൊന്നും ഞങ്ങൾ പറയിപ്പിച്ചല്ല. ഇവൻ അള്ളാൻ ഔലിയാക്കളിൽ പെട്ട ആളല്ല. ഞങ്ങൾ പറഞ്ഞ ആളാ അവന്. ഇവൻ പ്രസവിച്ച് 28ാമത്തെ ദിവസം തന്നെ ഔലിയാക്കളിൽ പെട്ടു എന്ന് പറഞ്ഞത്. ഉമ്മാനെ വയറ്റിൽ തന്നെ വലിയാണ്, ബാബ മുതുകുന്നതിനെ കുത്തുപാണെന്നാ പറഞ്ഞത്. ആ കിണ്ടത്തിന്റെ ക്ലിപ്പ് ചെയ്ത് ശരിക്കട്ടെ. ഈ കാട്ടുകള്ളൻ ഷെയ്ഖ് ബാബ മുതുകുന്ന് കുത്തുപായി വന്നവരാണ്. അവന്റെ മശായിഖിൽപ്പെട്ട ആളല്ല ഇവന്. അന്ന് ഇവനാ പറയണ്ടേ ഈ കേസ്ഥാന്റെ ആളുകളെ പറ്റി, ഈ കേസ്ഥാനെ പറ്റി, ഈ കേസ്ഥാന്റെ സമസ്തനെ പറ്റി. എന്നിട്ട് ഇപ്പം ഞങ്ങൾ ഓരോ അംഗീകരിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തുള്ള ആളുകളെ പറ്റിക്കാൻ വേണ്ടി പെട്ടുപോണ്ട മക്കളെ. മനസ്സിലായോ? ഇനി നൗഷാദ് ഇന്നലെ ക്ലിപ്പ് ഇട്ടല്ലോ കഴിഞ്ഞ ദിവസത്തെ പരിപാടിയില്ലേ. ആ ക്ലിപ്പിൽ പറഞ്ഞ വിഷയങ്ങൾ കേട്ടില്ലേ? എ.പി. ഉസ്താദാണ് ഇവിടെ വഹാബിസം വളർത്തിയത്. നൗഷാദ് കൊണ്ടിട്ട ക്ലിപ്പിലുള്ള കേട്ടോ. ആ ക്ലിപ്പിന് കാട്ടുകളെ നൗഷാദിനെ കൊണ്ട് തന്നെ മറുപടി പറയിപ്പിക്കാൻ. അല്ലേ? അതുകൊണ്ടാണ് ഇവൻ ഏറ്റവും ദേഷ്യമുള്ള ആളാണല്ലോ. ശരിക്കുന്ന ഏറ്റവും ദേഷ്യമുള്ള ആള് കാന്തപുരം ഉസ്താദാണ്. കാരണം അവനറിയാം അവന്റെ തകർച്ചയിൽ വലിയ പങ്ക് വഹിച്ചത് മഹാനായ ഉസ്താദ് അവറുകളാണ്. കണ്ടോളൂ നിങ്ങൾ, അയാൾ ദേഷ്യം തീർക്കാൻ കെട്ടാനിട്ട് ഇപ്പൊ പുതിയ പ്രസ്താവനയാ ഉസ്താദിനെ സംബന്ധിച്ച് നടത്തിയത്. കാന്തപുരം അമ്മ പടച്ച സൃഷ്ടികളിൽ വേറിട്ടൊരു സൃഷ്ടി മാത്രമാണ്. ലോകത്തിന്റെ വലിയൊരു പരീക്ഷ എന്ന സൃഷ്ടി. ഇതിനു മുമ്പ് ലോകം ഇങ്ങനെ ഒരു ഷർറ് അനുഭവിച്ചിട്ടേ ഇല്ല. എനിക്ക് പേടിയില്ലാന്നുള്ള എന്റെ പേടി. എനിക്കൊന്നും പേടിയില്ലാതെ എന്റെ പേടി. അനക്കെന്ത് പേടി? ഈ മാളിലോർക്കല്ലേ പോകുന്നുള്ള പേടി അല്ലേ? കാട്ടുകള്ള നൗഷാദെ, ഇത് ഇന്നലെ ചെറുശ്ശേരിന്റെ ക്ലിപ്പ് വന്നിട്ടിട്ട് പറഞ്ഞല്ലോ എ.പി. ഉസ്താദാണ് ഇവിടെ വഹാബിസം വളർത്തിയത് എന്നിട്ട് പറയിപ്പിച്ചല്ലോ. എന്നാൽ അതിനുള്ള മറുപടി ഞാൻ എന്നെ കൊണ്ടെന്നെ പറയിപ്പിക്കാൻ. ജന എന്താണോ പറഞ്ഞത്? മുജാഹിദ് ബാലുശ്ശേരിക്ക് തന്നെ അറിയാം അവന്റെ നാശത്തിന്, അവന്റെ പ്രസ്ഥാനത്തിന്റെ നാശത്തിന് കാരണക്കാരൻ എ.പി. ഉസ്താദാണ്. അതുകൊണ്ടാണ് എ.പി. ഉസ്താദിനോടുള്ള വിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണ് മുജാഹിദ് ബാലുശ്ശേരി എ.പി. ഉസ്താദിനെ ചീത്ത പറഞ്ഞ ക്ലിപ്പടക്കം ഹാജരാക്കിയത് അല്ലേ? അപ്പൊ എ.പി. ഉസ്താദ് ഒരിക്കലും ഇവിടെ വഹാബിസം വളർത്തിയിട്ടില്ല എന്ന് എന്നോട് പറയാണ്. ആരെങ്കിലും ക്ലിപ്പ് താങ്ങിക്കൊടുത്ത് വന്നാൽ എന്നെ കൊണ്ടുതന്നെ ഞങ്ങൾ മറുപടി പറയും. മനസ്സിലായോ? ഇജാട്ട ക്ലിപ്പിന് മറുപടിയിലടാ ഹംക്കെ ഇത് അല്ല, ഇതെനിക്കറിയില്ലേ? പിന്നെ ആ ക്ലിപ്പ് താങ്ങി വരാൻ പാടുണ്ടോ ഹംക്കെ? ആളുകളെ പറ്റിക്കാൻ വേണ്ടി പാടുണ്ടോ? ഇത് ഇവിടെ പ്രസംഗിച്ചതല്ലേ? ഇത് ഞങ്ങളെ കൂടെ നിന്നപ്പോൾ പ്രസംഗിച്ചതല്ല. അവിടെ ആദർശ മുന്നേറ്റം ബാനർ കണ്ടില്ല നിങ്ങൾ? എന്നത്താന്ന് എന്നോട് ചോദിച്ചാൽ മതി, എവിടത്താന്ന് ചോദിച്ചാൽ മതി. ഇനി ഓമശ്ശേരിത്താണ്. മനസ്സിലാക്കിക്കോ. അപ്പൊ എ.പി. ഉസ്താദ് ഇവിടെ വഹാബികളെ തകർക്കുകയാണ് ചെയ്തത്. ആര്? കാട്ടുകളെ നൗഷാദ്. നവം കൊണ്ടുവരുന്ന ക്ലിപ്പിലുള്ളതോ എ.പി. ഉസ്താദ് ഇവിടെ വഹാബികൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങോട്ട് പറഞ്ഞെടുക്കും മറുപടി, ഇങ്ങോട്ടല്ല കേട്ടോ. മനസ്സിലാക്കിക്കോ. ഞാൻ അടുത്ത് പറഞ്ഞിട്ടോടി. ഇവര് നേതൃത്വം നൽകിയത് കൊണ്ടല്ലേ ഈ ഒരു വലിയ മുന്നേറ്റം ഇവിടെ നടത്തിയത്. മഹാനായ താജുൽ ഉലമ സയ്യിദ് അവറുകൾ അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആഖിർ മാസമാണ്, അവരെ അനുസ്മരിക്കാതെ വയ്യ. പലപ്പോഴും ആദർശം പറയുമ്പോ നമുക്ക് കരുത്ത് നൽകിയത് മഹാനായ താജുൽ ഉലമ തങ്ങളാണ്. വാറ്റുപോയ സംവാദം മുജാഹിദ് കെട്ടായത് എങ്ങനെയെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ താജുൽ ഉലമയുടെ സമീപത്ത് ചെന്ന് മഹാനവറുകൾ ഇരിക്കുമ്പോ പേടിച്ചങ്ങ് ചെന്ന് അടുത്തങ്ങെത്തിയപ്പോ എന്തിനാടാ വന്നത് എന്നാ ചോദ്യം. ഞാൻ പറഞ്ഞു വാദപ്രതിവാദത്തിന് സമ്മതം ചോദിക്കാമെന്നതാണ്. താജുൽ ഉലമ സയ്യിദ് അവറുകൾ വാദപ്രതിവാദം എന്ന് കേട്ടപ്പോ വേണോന്ന് ചോദിക്കുന്നതിന്റെ പകരം വാദപ്രതിവാദം എന്ന് കേട്ടപ്പോ എന്നോട് ചോദിച്ചു വഹാബിയോടാണോ, വഹാബികളോടാണോ? ഞാൻ പറഞ്ഞു അതെ. ഒന്നാവേശത്തിൽ ഇരുന്നു മഹാനായ സയ്യിദ് അവറുകൾ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ധൈര്യമായി പോയി നടത്തടാ, നിന്റെ മുന്നിലും പിന്നിലും ഞാൻ അല്ലാഹുവിനെ അല്ലാതെ ഒരാളെയും ഭയപ്പെടേണ്ടതില്ല. ആ ഊർജമാണ് ഇന്നും ഞങ്ങളെ ഊർജം കേട്ടോ. അതാണ് ഈ സമ്മേളനത്തിന്റെ കരുത്ത്. അതെ. കാട്ടുകള്ള നൗഷാദെ, എനിക്ക് ഒരു വിധ ഉളുപ്പുണ്ടെങ്കിൽ ഇതാ ക്ലിപ്പ് കൊണ്ടുവരോ. ആ ക്ലിപ്പിൽ എന്താ പറഞ്ഞത്? എ.പി. ഉസ്താദും എ.പി. ഉസ്താദിന്റെ ആളുകളാണ് ഇവിടെ വഹാബിസം ഉണ്ടാക്കിയത്. എന്നാൽ എന്റെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞേ
ഇവിടെ വഹാബിസത്തെ തകർക്കാനാണ് എ പി ഉസ്താദിന്റെ കൂടെയുള്ളവരും ബഹുമാനപ്പെട്ട താജുൽ ഉള്ളാൽ തങ്ങളടക്കം ഇവിടെ പ്രചോദനം നൽകിയതും പഠിപ്പിച്ചതും അതിനുള്ള ശക്തി പകർന്നതും. വഹാബിസ് ഉണ്ടാക്കാനല്ലടാ, ഇജി കൊണ്ട ക്ലിപ്പിലെന്നല്ലേ വഹാബിസ് ഉണ്ടാക്കിയെന്നല്ലേ. നമുക്ക് ഇജി പ്രസംഗിച്ചതല്ലേ, അനക്ക് വരെ ശക്തി പകർന്നിട്ടില്ലേ താജുലുലമ? ആ താജുലുലമ മറന്നില്ല നമുക്ക്? ആ താജുലുലമ അടക്കല്ലേ ഇജി കൊണ്ട ക്ലിപ്പിലുള്ള ആൾ വരണ്ടേ? അനക്ക് ഇത് ഉളുപ്പുണ്ടോ? അനക്ക് താജുലുമയിൽ വിശ്വാസം ഉണ്ടോ? ഇല്ല, കാപ്പട്ടിയാണ്. അന്ന് പറഞ്ഞത് കാപ്പട്ടിയാണ്. എന്ന് ശംസുലമന്റെ സ്നേഹം ചെറുശ്ശേരിയുടെ സ്നേഹമൊക്കെ പറയണ്ടല്ലോ, കാപ്പട്ടിയാടാ. അനക്കൊക്കെ ചെറുശ്ശേരിയോട് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ ക്ലിപ്പിട്ട് ഇന്ന് രാവിലെ കാണിച്ചു. വഹാബിനോടും ജമാഅത്തിനോടും മുജാഹിദിനോടും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഐക്യമാകാം എന്ന് ശംസുലമൻ കണ്ണിയത്തും പഠിപ്പിച്ചിട്ടുണ്ട്. സമസ്തി ഇവിടെയുള്ള ജമാഅത്ത് മുജാഹിദും ഒക്കെ ചെറിയൊരു സംഘടനയാണ് എന്നാണ് ഈ പറഞ്ഞത്. ഇവിടുത്തെ സമസ്ത കൂടിയാൽ തന്നെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ മുജാഹിദ് ജമാഅത്തായിട്ട് ഐക്യപ്പെടുന്ന തരത്തിലില്ല എന്ന് ശംസുൽ ഉലമ കണ്ണിയത്ത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മൂന്നാളും പഠിപ്പിച്ചിട്ടുണ്ട്. ചെറുശ്ശേരിയും സമ്മതിച്ചു, കണ്ണിയത്ത് ഉസ്താദും സമ്മതിച്ചു, ഇ.കെ. ഉസ്താദും സമ്മതിച്ചു. അത് എനിക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഇത് അംഗീകരിക്കുന്നുണ്ടോ? തുറന്ന് പറയാൻ തയ്യാറുണ്ടോ? വെല്ലുവിളിക്കുന്നു. ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇത് പറഞ്ഞതൊക്കെ നമ്മളെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിൽ സ്റ്റോക്കാക്കി. ഇത് കണ്ടില്ലേ, ഓരോ ക്ലിപ്പ് ഇങ്ങനെ കണ്ടിട്ട് കാണില്ലേ? ഇതൊക്കെ ചെന്ന് പ്രസംഗിച്ചതാ. ജെന്നെ അന്തം വിട്ടുണ്ടാവും, എനിക്കെന്നെ ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ ഇട്ട് വരുമ്പോഴേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അന്നതുപോലെ ഇതിവിടെ മുമ്പ് പ്രസംഗിച്ച് വെച്ച ഓരോ പ്രസംഗങ്ങളുണ്ടല്ലോ, വൈദാറായിത്തല്ലദീന യഖൂലൂന ഫീ ആയാത്തിന എന്നുള്ള ആയത്ത് ഓതിയിട്ട് അതിന്റെ തഫ്സീറടക്കം വായിച്ച് ഇത് പ്രസംഗിച്ച പല പ്രസംഗങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഇത് ആദ്യം ചെറുശ്ശേരി പറഞ്ഞത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ, തള്ളുന്നുണ്ടോ, കൊള്ളുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രത്യേക സന്ദർഭത്തിലും സാഹചര്യത്തിലും വഹാബികളോട് ഐക്യമാകാമെന്ന് ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്, കണ്ണിയത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരാശയമെന്ന് അനക്കംഗീകരിക്കാൻ കഴിയോ? ഒന്നൊക്കെ ശരിയാണെന്ന് പറയാം, അല്ലെങ്കിൽ തെറ്റാന്ന് പറയാം. രണ്ട് പറഞ്ഞാലും അവൻ്റെ ട്രൗസർ ഞാൻ കഴിച്ചു. വെല്ലുവിളിക്കുന്നത് ആണാണെങ്കിൽ ഒരൊറ്റ കുഞ്ഞാമിന്റെ ഭാഷ പറഞ്ഞ ഒരൊറ്റ ഞാൻ പറഞ്ഞില്ല. ആണെങ്കിൽ വരാത്ത വേറെ കാരണമുണ്ട്, അത് കുട്ടിയാൽ മതി. തെളിയിക്കടാ. ഇനി കേട്ടോളി, എ പി സാറിനെ പറ്റി ഇവൻ തന്നെ പറഞ്ഞേ, സലാം സുല്ലമിന്റെ അടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് എ പി സാഹിബ് ഒരു വഹാബിസം ഉണ്ടാക്കിക്കണോ? ഒരിക്കലുമല്ല. ഇവൻ കൊടുത്ത ക്ലിപ്പിലുള്ളതാ എ പി സാഹിബ് വഹാബിസം വളർത്തിന്നാ. ഹംകെ ജാതി കൊണ്ടുവരാൻ പാടില്ലടാ. അല്പം മാന്യത ഉണ്ടെങ്കിൽ ഇതൊക്കെ പ്രസംഗിച്ച് വെച്ചല്ലേ. അയാൾ ഇപ്പൊ പറഞ്ഞു, ഒട്ടപ്പുറം സംവാദം കഴിഞ്ഞ് 30 കൊല്ലം കഴിഞ്ഞപ്പോ സുല്ലമി എഴുന്നേറ്റ് പറഞ്ഞു, മക്കളെ ഒരു കാര്യം ഞാൻ ഇപ്പൊ തുറന്നു പറയുന്നു, ഒട്ടപ്പുറം സംവാദത്തിന്റെ സ്റ്റേജിൽ ഇരുന്ന ആളാണ് ഞാൻ. സുല്ലമി പറയാൻ സത്യത്തിൽ പറയുന്നത് ഒട്ടപ്പുറം സംവാദത്തിൽ തിളങ്ങിയതും വിജയിച്ചതും കാന്തപുരം തന്നെയാണ്. കണ്ടില്ല ഈ കാട്ടുകളെ നൗഷാദ് പറഞ്ഞേ, ഒട്ടപ്പുറം സംവാദത്തിൽ തിളങ്ങിയതും വിജയിച്ചതും കാന്തപുരമാണെന്ന് വഹാബികൾ വരെ സമ്മതിച്ചു. ആ സ്റ്റേജിൽ നിന്ന് സലാം സുല്ലമി അടക്കം എന്ത് പറഞ്ഞു? അവിടെ തിളങ്ങിയതും വിജയിച്ചതും കാന്തപുരമാണ്, അവിടെ മുജാഹിദുകൾക്ക് പരാജയമാണ്. അത് എ പി ഉസ്താദാണ് അവരെ പരാജയപ്പെടുത്തിയത്. എന്നിട്ട് ഇതൊക്കെ ഇവിടെ പ്രസംഗിച്ച് വെച്ചിട്ട് വേറെ ആളെ ക്ലിപ്പ് കൊണ്ടുവരാ. എ പി ഉസ്താദ് ഇവിടെ വഹാബിസം വളർത്തിക്കാണ്, അയാളെ പ്രസംഗം കൊണ്ടാണ്, അയാളെ കാട്ടിക്കുട്ടിലുകൊണ്ടാണ് ഇവിടെ ഇത് വഹാബിസം വളർന്നത് എന്ന് ആ ക്ലിപ്പും കൊണ്ടുവന്ന് ഉളുപ്പുണ്ട്. അടി കൈത എനിക്ക് ഉളുപ്പുണ്ടോ? ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുക. എടാ ഹംകെ, ഇതൊക്കെ ഇവിടെ ഇത് പ്രസംഗിച്ചതല്ലേ, പിന്നെ ആ ക്ലിപ്പ് ചേരാൻ പാടുണ്ടോ? ആ ക്ലിപ്പിന് മറുപടിയാണ് അത്. അനക്കും ആ ഇജ്ജ് കൊടുത്ത ക്ലിപ്പിനും മറുപടി അത്. അന്നെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചേ, മനസ്സിലാക്കിക്കോ. ലേശെങ്കിലും ഉളുപ്പ് മാടാ. മനുഷ്യനായി പറക്കണം, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. നേരത്തെ അൻവർ ഉസ്താദ് പറഞ്ഞല്ലോ, ശംസുൽ ഉലമയുടെ ത്വരീത്ത് ശരിയാണോ എന്ന് ചോദിക്കാൻ അക്കാലത്തെ പണ്ഡിതന്മാർ വന്ന ഹദറത്തേതാ? അത് ശൈഖുനയുടെ തിരുഹദറത്താണ്. പോരാ, ഉള്ളാൾ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇവിടെ പ്രശ്നങ്ങൾ വന്നപ്പോ എല്ലാം ഒഴിച്ചു മാറി നിൽക്കണമോ, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ ആ ദർബാറിലല്ലേ എത്തിയത്. അൻത അലൽ ഹഖ് എന്ന് പറഞ്ഞപ്പോഴല്ലേ ധീരതയോടെ ഈ ഉമ്മത്തിനെ അവർ